ചായം കുടഞ്ഞിട്ട പോലെ നീ എൻ താടിൽ പടർന്നേറി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ മോർണിംഗ് ഒരു 10 മണി ആയിട്ടുണ്ട് എണീക്കാനായിട്ട്. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഉണ്ണീരെ രാവിലത്തെ കുളിയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവൻ്റെ കുളി കഴിഞ്ഞിട്ട് മാത്രമേ അമ്മ ഞങ്ങൾ റിലീസ് ചെയ്യൂ റൂമിൽ നിന്ന്. അതുവരെ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും, കാരണം ഉണ്ണി ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 10 മണിക്ക് എണീക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഉണ്ണികൾ ഉറങ്ങി വരുന്നത് ഒരു പുലർച്ചെ ഒരു 3, 3:30, 4 മണി ആ ഒരു ടൈമിൽ അവർ ഉറങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ഞാനും ഉണർന്നിരിക്കണം. ആ ഒരു സ്റ്റേജാണ്. ഉണർന്നിരിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പായിരിക്കും. പിന്നെ ഇവർ ഫുൾ ടൈം ഇങ്ങനെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനും ഒരു പകുതി ഉറക്കത്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അവർ 3:30, 4 മണിയോടെ ഫീഡ് ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ നന്നായി ഉറങ്ങും രാവിലെയൊക്കെ. അപ്പോഴാണ് ഞാൻ ആ ഒരു 10 മണി വരെ ഞാനും നന്നായിട്ട് ഉറങ്ങണത്. അപ്പോഴേക്കും പിന്നെ അമ്മ ഉച്ചവരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളെ വിളിക്കാൻ വരിക. കാരണം ഉണ്ണികൾ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കലൊക്കെയാണ് അമ്മേരെ പണി. അപ്പോൾ ഉണ്ണി റൂമിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. എന്നൊരു മോർണിംഗ് ഇങ്ങനെ തന്നെ കേട്ടോ. അവനെ തുറന്നിട്ട് റൂമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കയറലും പിടിക്കലൊക്കെയാണ്. അതുവരെ അമ്മ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡിൽ ചെയ്യും. ഞാൻ ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പതുക്കെയാവും. ഞാൻ അവിടെ തട്ടി ഇവിടെ തട്ടി അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ഏറ്റ് വരാം. എനിക്ക് ഏറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം വേണം ഒന്ന് പ്രോസസ്സായിട്ട് ശരിക്കും ഒന്ന് ലൈഫിലേക്ക് വരാനായിട്ട്. അതുവരെ ഒരുമാതിരി കിളി പോയൊരവസ്ഥയാണ്. അപ്പോൾ തലേന്ന് നല്ല മഴയായിരുന്നു. രാത്രി ഫുള്ള് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിനോട് അത് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് വെള്ളം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവൻ ആദ്യമായിട്ടാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് കാണുന്നത്. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ മമ്മം എന്നൊക്കെ പറയുന്നുണ്ട്. മഴവെള്ളം കെട്ടി നിൽക്കുന്നത് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ അടുപ്പിച്ച് നല്ല മഴ പെയ്താൽ ഇതിലും കൂടുതൽ വെള്ളമൊക്കെ നിൽക്കും. പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് കയറൊന്നുമില്ല. പക്ഷേ വെയിൽ കണ്ട വേഗം തന്നെ വറ്റി പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ടൈമിലാണ് ഞാൻ എന്നെ ഒന്ന് കാണുന്നത് തന്നെ. ഞാൻ അല്ലാണ്ട് അങ്ങനെ മിററിൽ നോക്കി അങ്ങനെയൊക്കെ ഭയങ്കര കുറവാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഞാൻ എന്നെ കാണുക. ഞാനങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി റെഡി ആവുക അതിന് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ റോ ആയിട്ട് തന്നെയാണ് വ്ളോഗ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ ഒരു കോലമൊക്കെ. പിന്നെ ഉറക്കത്തിന് വേണ്ടി വന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അമ്മ ബാക്കിൽ കൊച്ചുവിന് ഫോർമുല കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്, നമ്മളിപ്പോൾ ബോട്ടിൽ ഫീഡിങ് അല്ല ചെയ്യണത്, ഫില്ലറിലാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗോഗറിന ഇതുവരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഫില്ലറിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്തത്. പിന്നെ ഈ ഒരു പാട് കണ്ടില്ലേ, ഇന്നലെ ഉണ്ണി വന്നിട്ട് എന്നെ പിച്ചിയതാണ് അവന് ദേഷ്യം വന്നപ്പോൾ. അപ്പോൾ അത് അവിടെ പൊട്ടി അങ്ങനെ ഒരു പാടായി കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ഇടുന്നൊക്കെ വെറുതെയാണ്. ഞാനിപ്പോൾ ഒരു 1 വീക്കോളായിട്ട് ഒരു മാസ്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല. ഗ്ലോ ഓയിലാണെങ്കിലും അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് കഴുത്തൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കുറവെന്ന പോലെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഉണ്ണികളെ റെഡിയാക്കുകയാണ്. അവരുടെ പാമ്പർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമിക്ക് ഡൈപ്പർ ഇട്ട് കൊടുത്തിട്ട് റാഷസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തുണിയിലേക്ക് ആക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അല്ല. അതുകൊണ്ട് നമുക്ക് ഏത് സമയവും തുണി മാറ്റേണ്ട ഒരു അവസ്ഥയായപ്പോൾ വീണ്ടും അവൾക്ക് ഈ ഒരു ഡൈപ്പർ ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയായി. 2 ദിവസം നമ്മൾ ഡൈപ്പർ ഒന്ന് മാറ്റി വെച്ച് തുണി തന്നെ അയക്കിയപ്പോൾ റാഷസൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് പിന്നെയും ഡൈപ്പർ ഇട്ടത്. പക്ഷേ വീണ്ടും പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റാഷൻ്റെ ക്രീമും കാര്യങ്ങളും വാങ്ങാം. അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഏതാ നല്ലത് ഏതാ വാങ്ങേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കറൻറ്റിൽ തുണി തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയുടെ വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. രാവിലെ വൈറ്റമിൻ ഡ്രോപ്സും അതുപോലെ തന്നെ നൈറ്റ് കാൽസ്യമാണ് കൊടുക്കുന്നത്. പിന്നെ ആമിയുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റാണ് കൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് അവൾക്ക് മാത്രം പെട്ടെന്ന് റാഷസ് വന്നത്. കൊച്ചിന് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വന്നിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ വെച്ചെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് മറന്നുപോയി. ലാസ്റ്റ് 2-3 ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നു. അതാണ് ഉണ്ടായത്. ആക്ച്വലി ഇപ്പോൾ ഫുള്ളൊരു ബോധക്ഷയം വന്ന പോലെയാണ്. എനിക്കിടയ്ക്ക് തോന്നും ഞാൻ കോമയിലായിരുന്നോ എന്നൊക്കെ തോന്നും. കാരണം എനിക്കൊരു കാര്യങ്ങളും ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ണിയെ പറ്റിക്കായിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കരയണ പോലെ കാണിച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം കാണിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ വിഷമിക്കണമെന്ന രീതിയിലൊക്കെ അവൻ വന്ന് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് പറ്റിക്കാൻ നോക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കണം. കാരണം അമ്മ അവിടെ കിടന്ന് നല്ല ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഉണ്ണികളൊക്കെ എടുത്തില്ല ബെഡിനെ കയറി അവനങ്ങനെ വെറുതെ ആക്ട് ചെയ്ത് നിൽക്കാട്ടോ. ലാസ്റ്റ് തല ചമരം അടിച്ചപ്പോൾ അവൻ താനേ പോന്നു. അപ്പോൾ അമ്മ പിന്നാലെ കയറിയിരുന്നു അവനെ പിടിക്കാൻ. കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തില്ലല്ലോ. പിന്നെ ഓടലൊക്കെ ആയിക്കഴിഞ്ഞ് ഉണ്ണികളെ മേത്ത് വീഴുമല്ലോ. അങ്ങനെ അവനെ പിടിച്ചിറങ്ങി. പിന്നെ രാവിലെ ഉച്ചയായും തോന്നുന്നു. അപ്പോഴാണ് ഞാൻ രാവിലത്തെ ടിഫിൻ കഴിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ അപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഉണ്ണി എന്തോ ഒരു പ്ലേറ്റും പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചുവിനെ മടി വെച്ചിരിക്കുകയാണ്. കാരണം കൊച്ചുവിന് ഫുൾ ടൈം കരച്ചിലാണ്. ആമീനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട്
ചെറുതായിട്ട് വാശിയൊക്കെ ഉണ്ട്. അപ്പോൾ ആമിതി അവിടെ കിടന്ന് അവളെ മരുന്നൊക്കെ കഴിച്ച് അവളവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. കൊച്ചിനെ മടി വെച്ചിരുന്നു. ലാസ്റ്റ് കൊച്ചിനെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. കാരണം അന്ന് തലേന്ന് രാത്രി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം രാത്രി എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. വല്ലാത്തൊരു രാത്രിയായിരുന്നു ഉണ്ണികൾ കാരണം. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നേരം വൈകിയപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ദോശ കഴിക്കാൻ വേഗം ഇരുന്നു അമ്മേൻ്റെ ഉണ്ണിനെ കൊടുത്തിട്ട്. അങ്ങനെ ദോശയും സാമ്പാറും ആയിരുന്നു അന്നത്തെ ദിവസം ടിഫിൻ. അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്. പുണ്യതേ ബാക്കിൽ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. വേറൊരു സംഭവം വെച്ചാൽ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഇഷ്ടം തോന്നിയ സംഭവങ്ങളൊന്നും എനിക്കിപ്പോൾ ആഫ്റ്റർ പ്രഗ്നൻസി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കത് എന്താ കഴിക്കാനേ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. ബൈ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ദോശയും സാമ്പാറും കഴിക്കാൻ ഇഷ്ടം കുറവാണെന്നാണ്. ഞാനിതിന് മുൻപ് എൻ്റെ ഒരു 5th മന്തിൽ വാട്ടയിൻ്റെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയേണ്ടത് ദോശയും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടമില്ല കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ടിഫിനൊക്കെ കഴിച്ചു വന്ന് ഞാൻ മരുന്ന് കഴിക്കുകയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര മടിയാണ്, എല്ലാം സ്കിപ്പ് ചെയ്യാണ്. എനിക്കൊരു 30 ദിവസത്തിന് മരുന്നൊക്കെ എഴുതിയിരുന്നു. കുറേ ഇപ്പോഴും പെൻഡിങ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിപ്പം കൂടി മരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി മരുന്ന് കഴിക്കുന്നത്. പിന്നെ ഞാൻ ആമീനെ എടുത്തു. കാരണം ആമീനെ എടുക്കൽ കുറവാണ്. കാരണം കൊച്ചു അത്യാവശ്യം നല്ല വാശിയുള്ളൊരു കുട്ടിയായതുകൊണ്ട് നമ്മൾ ഫുള്ള് കൊച്ചിൻ്റെ അടുത്താണ്. അവനെടുത്ത് കൊണ്ട് നടക്കുക, അവനെ കൊഞ്ചിക്കുക ഫുൾ. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴായാലും ആ കൊച്ചുവിനെ എടുത്ത് അങ്ങനെയാണ്. ആമീനെ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. കാരണം അവൾ ഫീഡ് ചെയ്താൽ അവൾ കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളും. അവൾ നല്ല കുട്ടിയാണ്. അപ്പോൾ വല്ലപ്പോഴാണ് ഇങ്ങനെ കൊച്ചുവിനും അമ്മേൻ്റെ കൊടുക്കുമ്പോഴാണ് ആമീനെ കിട്ടുക. അപ്പോൾ ആമീനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ ഭയങ്കര ആക്റ്റീവായി നടന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഉണ്ണികളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഭാഗത്ത് കിടന്ന് ഉറക്കായപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു. അപ്പോൾ എനിക്ക് ഡിപ്രഷൻ അടിച്ചു. എൻ്റെ സ്വഭാവം, അതായത് മൂഡും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ കിടന്നു പോയി. എനിക്ക് എണിക്കാനും പറ്റണില്ല, ഒന്നിനും തോന്നണമില്ല. ഭയങ്കര ചടപ്പായിട്ടോ. കുറേ നേരം അങ്ങനെ കിടന്നു. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാനും എനിക്കില്ല. അങ്ങനെ കുറേ നേരം കിടന്നു. അങ്ങനെ പിന്നെ വീഡിയോ രാവിലത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് തുടങ്ങി. ഉച്ച കഴിഞ്ഞോടെ എനിക്കിങ്ങനെ പിന്നെ എന്തിനാ വീഡിയോ എടുക്കണേ, എന്തിനാ ഇടണേ, അങ്ങനത്തെ ഒരു ചിന്തയ്ക്കായി പോയി. ഞാൻ മടി പിടിച്ച് കിടന്നു. പിന്നെ 2 മണി ആ ഒരു ടൈമായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കര മഴ. പിന്നെ അമ്മ ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഫുഡ് കഴിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പാലുണ്ടാവില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വന്നു. അപ്പോൾ അതേ മഴ പെയ്തിട്ട് മഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അപ്പോൾ അതേ എൻ്റെ മുഖം കണ്ടില്ലേ, മുഖം കണ്ടാൽ മനസ്സിലാവും കരഞ്ഞ് മെഴുകി വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ കരഞ്ഞു എന്ന് കരുതി ഞാൻ ആ ഡേ ഫുള്ള് ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേറെ ആളായിട്ട് ഇറങ്ങുക. എന്ത് സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ രീതിയിൽ ഇറങ്ങുക. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിരി കളി ബഹളം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രശ്നം, ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുക, അങ്ങനത്തെയൊക്കെ പ്രശ്നമാണ്. അതാണ് ഇത്ര ലേറ്റ് ആയത്. ഞാൻ കുളിച്ചിട്ടുമില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ണി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴാണ് തോന്നുന്നു ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവൻ എണീറ്റ് വന്നിരുന്ന് ഫുഡ് കഴിക്കണുള്ളൂ. അപ്പോൾ ടൈം ഏകദേശം ഇപ്പോൾ എത്രയായിട്ടുണ്ട്, കണ്ടോ 2 മണി ആവാറായിട്ടുണ്ട് ഇപ്പോൾ ടൈം. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കടയിലൊന്ന് പോയിട്ട് അപ്പോഴേക്ക് ഉണ്ണി കരഞ്ഞ് ബഹളാക്കി അവനും പോകണമെന്ന് പറഞ്ഞിട്ട്. സാധാരണ അമ്മ കടയിൽ പോകുമ്പോൾ ഉണ്ണിനെയും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ നല്ല മഴയും നല്ല തണുപ്പായിരുന്നുകൊണ്ട് അമ്മ അവനെ കൊണ്ടുപോയില്ല. അവൻ ഇങ്ങനെ കരയായിരുന്നു. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് അതിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവനിങ്ങനെ ഒരു വഞ്ചി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും മുറ്റത്ത് വെള്ളമല്ലേ, നമ്മൾ കളിച്ച പോലെ അവനും കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഒരുപാട് അരിക്കണം. ഇങ്ങനെ വഞ്ചി ഉണ്ടാക്കിയിട്ടും വെള്ളത്തിലൊക്കെ ഇട്ട് കളിച്ചിട്ട് ഒരുപാട് അരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഒരു റീഫ്രഷ് ആയി തോന്നിയൊരു മൊമെൻ്റാണ് ഇതൊക്കെ. അങ്ങനെ ജസ്റ്റ് ഒരു വഞ്ചി ഉണ്ടാക്കിയിട്ട് അത് ഒഴുക്കത്തിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമതൊരു വഞ്ചിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെ ഭയങ്കര കാണുമ്പോൾ അവനൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അവൻ ആദ്യമായിട്ട് കാണാണ്. എൻ്റെ കോലം കണ്ടിട്ടില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണ് എൻ്റെ അതുപോലെ തന്നെ നടക്കുകയാണ്. മുടി അഴിച്ച് കെട്ടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വീട്ടിൽ അങ്ങനെ തന്നെയാണ്, ഭയങ്കര മടിയാണ് എല്ലാത്തിനും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ണിനെ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആ വഞ്ചി ചെറുതായിട്ട് ഒഴുക്ക് അങ്ങോട്ടാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോണത്. പക്ഷെ അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെള്ളം കൂടുതലായപ്പോൾ മുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വഞ്ചി വിട്ടു. എന്താ പറയുക, ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ ഞാൻ രണ്ടാമത്തും പറഞ്ഞു വിട്ടു. പക്ഷെ അത് സക്സസ് ആയിട്ട്, അതോ ഞാൻ അറ്റത്തെത്തി, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ണി അത് നോക്കി വന്തം വിട്ട് നിൽക്കുകയാണ്, എന്തായി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവനോട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ ഏകദേശം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ കൊടുക്കേണ്ടി വന്നു കുറച്ച് നേരം. ഞാൻ ഫോൺ അങ്ങനെ അവനിപ്പോൾ കൊടുക്കാറില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹോളിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല കാണാനായിട്ട്, കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോൺ വെച്ച് കൊടുത്തപ്പോൾ അവൻ അതിൽ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ അമ്മ വന്നപ്പോൾ പിന്നെ മൈൻഡില്ല, ഫോൺ കിട്ടിക്കഴിഞ്ഞല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവനായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ണിയായിട്ടുള്ള ഈ ഇങ്ങനെ
കുറേ നാൾക്ക് ശേഷം ഞാനും അവനും വീണ്ടും ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ബോണ്ടിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ മൊമെൻറ്റ്സും കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അമ്മ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലൈസും പപ്സൊക്കെ വാങ്ങിക്കൊണ്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ. ഉണ്ണിക്ക് പപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അതിന് മുൻപ് ഞാൻ ലേസ് എടുത്ത് കൊടുത്തു. പിന്നെ അവൻ അതും കഴിക്കുന്നുണ്ട്, അതും ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എനിക്കും പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് അത് കഴിക്കാൻ തോന്നിയിരുന്നു. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കണ്ട് TV കണ്ടിട്ടാണ് ഞാൻ കഴിക്കണത്. അപ്പോൾ ഉണ്ണി ഇതേ അവിടെ ലൈസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കുറച്ച് അവനും കൊടുക്കുന്നുണ്ട്. കാരണം അവൻ ഇത് കഴിഞ്ഞിട്ട് അത് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്താണ്. അങ്ങനെ അവനും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 മണി 4:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. ഉണ്ണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് റുട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന എല്ലാം അതും അവന് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളതെല്ലാം അതും അവന് ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ കൊടുക്കും. അല്ലാണ്ട് അവനായിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ് വയ്ക്കുക, എരി കുറച്ച് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. അവനെ ഫുള്ള് നമ്മൾ കഴിക്കണ തന്നെ കഴിച്ച് ശീലിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ചീത്ത കേട്ടപ്പോൾ ഞാൻ പോയി മേലെഴുകി വന്നു. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. പക്ഷേ ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു, എൻ്റെ ഉഴിഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതാണ് കേട്ടോ അത്ര ബാക്കിയായത്. പിന്നെ എനിക്ക് നല്ല മടിയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ. അങ്ങനെ ഞാൻ പോയി മേലെഴുകി വന്നു. മേലെഴുകി വന്നപ്പോൾ അമ്മ ഇല്ല, അമ്മ വല്യമ്മേനോടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ണീനെ നോക്കുകയാണ്. റൂമിൽ അച്ഛനെ കൊച്ചു കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ വരാണ്ട് എനിക്ക് ഉണ്ണിനെയും കൊണ്ട് റൂമിൽ പോയിട്ട് അവരെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് ഉണ്ണി ബെഡിലേക്ക് ചാടി കയറും. അപ്പോൾ ആമയോടെ കിടക്കുന്നുണ്ടാവില്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഹോളിൽ നിൽക്കുന്നത്. അങ്ങനെ അമ്മ വന്നു കഴിഞ്ഞു. അമ്മ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ തൊട്ടിട്ട് നമുക്ക് അടുത്ത ലേഹ്യം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ മരുന്ന് തുടങ്ങുകയാണ്. അതായത് ഉള്ളിയാണ് തുടങ്ങുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ചുക്കും കൂടിയിട്ടുള്ള ഈ ഒരു എന്താ സംഭവം ലേഹ്യം തുടങ്ങുകയാണ്. അത് നമ്മുടെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ അത് കഴിക്കണം. അതിന് വേണ്ടി അമ്മ 3 കിലോ ചുവന്നുള്ളി വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് തൊലി കളയാണ്. കാരണം കുറേ തൊലി കളയണല്ലോ. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇന്ന് വേണം ഇരുന്നിട്ട് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഉണ്ണി ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ അമ്മേൻ്റെ അടുത്ത് ഇരുന്നിട്ട്. ഇരട്ടി പണിയാണ്. അമ്മ ചെയ്യുന്നതെല്ലാം അതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോളിൻ്റെ കാര്യം, പിന്നെ ഉള്ളി തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, വീട് ഫുള്ള് ഉള്ളിത്തൊലി ആയിരിക്കും. അതുപോലെ തന്നെ ഫുള്ള് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറുപറ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ ചെയ്യുമ്പോൾ അവനും എടുത്തിരുന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിലിടാം കേട്ടോ. അത് കഴിഞ്ഞ് ഉണ്ണികൾക്കൊക്കെ ഫീഡ് ചെയ്ത് അവരെ ഉറക്കി കിടത്തി. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പും നല്ല കൊതുവായതുകൊണ്ട് തന്നെ അങ്ങനെ കൊതുകുവല വെച്ച് കൊടുക്കുന്നുണ്ട് 2 പേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരാഴ്ചയോളമായിരിക്കും പുളിലേഹ് ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം കൊണ്ട് കഴിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് 250 ഗ്രാം പുളിലേഹ് ഉണ്ടാക്കി തന്നത്. പക്ഷേ കുടംപുളി കൊണ്ടുള്ള പുളിലേഹ് എളുപ്പമല്ല കഴിക്കാനായിട്ട്. ഞാൻ മാക്സിമം പറഞ്ഞ പോലെ കഴിക്കാറുണ്ട്. പക്ഷേ നാളെ തൊട്ട് നമ്മുടെ ഉള്ളിലേഹം തുടങ്ങുന്നുണ്ട്. പുളിലേഹം ഇന്നല്ലെങ്കിൽ നാളെ രാത്രിക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്യണമെന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കാം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇത്തിരി എടുത്ത് കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വിഴുങ്ങിയിടാണ്. നല്ല കഷ്ടപ്പെട്ടാണ് കഴിക്കണത്. നല്ല എന്താ കുറേ എടുത്തിട്ട് ചവയ്ക്കാണ്ട് അങ്ങനെ ഞാൻ വിഴുങ്ങാണ്. പല്ലും വായൊക്കെ പുളിച്ചിട്ട് എന്താ പറയുക, ഒന്നിനും വയ്യ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണി വരുന്നുണ്ട്. പറയുകയാണെങ്കിൽ എന്നെക്കാട്ടും കൂടുതൽ ഉണ്ണി കഴിച്ചിട്ടുണ്ടായിരിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഇതേപോലെ പുളിക്കുമ്പോൾ അവന് ഭയങ്കര ചിരിയും എന്തോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടാണ് അവൻ കുറേ കഴിക്കണത്. എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കഴിക്കാനേ പറ്റുന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അമ്മ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്നൊക്കെ വിചാരിച്ച്. കാരണം വിറകില്ലാണ്ട് നമ്മുടെ വിറക് പുര കത്തിപ്പോയി അടപ്പിൽ സ്റ്റൗവിൽ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നല്ലേ എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടത് കഴിക്കാനായിട്ട്. നല്ല പുളിയാണ്. പുളിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അതിലാകെ 250 ഗ്രാം പുളിയിൽ 4 ശർക്കരയാണ് ആകെ ഇട്ടിട്ടുള്ളത്. ഞാൻ എന്നാലും കുറേ മിടുങ്ങിയിട്ടു അങ്ങോട്ട്. പിന്നെ എന്താ പറയുക, ഉണ്ണി എൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കുറേ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അമ്മേനെ ഒന്ന് എന്താ പറയുക ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് കഴിച്ചതൊക്കെ സൈഡിലേക്ക് കൂട്ടി വെച്ചിട്ട് ഇത്ര കഴിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം പറ്റുണ്ടായിരുന്നില്ല, അത്ര അധികം ഞാൻ കഴിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഇറക്കാൻ പറ്റാണ്ട് ഞാൻ തുപ്പിക്കളയൊക്കെ ഉണ്ടായി. കാരണം അറിയാലോ കുടംപുളിയുടെ അവസ്ഥ. പക്ഷേ നമ്മുടെ വയറിന് അത് നല്ലതാട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് കഴിക്കേണ്ടതാണ് വയറുണങ്ങാനും. പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് വയറ് സംബന്ധമായ കുറേ പ്രശ്നം ഉണ്ടാവും. അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പുളിലേഹം എന്ന് പറയുന്നത്. പക്ഷേ കഴിക്കാനൊരു ബുദ്ധിമുട്ടുള്ളൂ, നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. പക്ഷേ കഴിച്ച് കിട്ടാമെന്ന് പറയുന്നതൊരു ടാസ്ക്കാണ്. ഞാൻ ഈ ഒരു കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തോടെ തീർക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയോ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് ഞാനത് കഴിച്ച് തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അപ്പോഴും ഉള്ളിയുടെ തൊലി കളയുമല്ലാണ് പണി. കാരണം 2 ദിവസമായിട്ട് അത് തീർക്കാനായിട്ട്, തൊലി പൊളിച്ച് കളഞ്ഞ് തീർക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് അമ്മേരെ. ഇനി അതും ഞാൻ തന്നെ കഴിക്കേണ്ടി വരുന്ന ആലോചിക്കുമ്പോഴാണ്. പക്ഷേ ഉള്ളിലേക്ക് എനിക്ക് പിന്നെയും കമ്പാരിറ്റീവ്ലി ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിരുന്നു.
അങ്ങനെ ബാക്കി കുറച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ണികളൊക്കെ സെറ്റാക്കി കിടത്തി അവരെ ഇപ്പോൾ നമ്മൾ ആ ഒരു ബാഗിൽ കിടത്തുന്നില്ല, പകരം ഇങ്ങനെ എടുത്താണ് കിടത്തുന്നത്. കാരണം രാത്രി എന്തായാലും ഉറക്കില്ല. അപ്പോൾ ഏത് സമയം അതിൽ നിന്ന് എടുക്കലും ഇറക്കലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായപ്പോൾ അവരെ ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് എടുത്ത് തന്നെയാണ് കിടത്തുന്നത്. അങ്ങനെ കിടക്കാനുള്ള സെറ്റൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.